ഇപ്പം നമ്മുടെ ഇന്നത്തെ വകുപ്പ് ഒരു മികച്ച പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. നമ്മൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഒരുപാട് വർഷം മുൻപുള്ള ഫയലുകളടക്കം നമ്മൾ അദാലത്തിൻ്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്യണം എന്നുള്ള നല്ല ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് 2019 വരെയുള്ള പെൻഡൻസിയുള്ള ഫയലുകളും, പിന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയ മെയ് 18, 2026 മുതൽ ജൂൺ 30 വരെയുള്ള ഫയലുകൾ. ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധികാരത്തിൽ വന്ന് കുറച്ച് ദിവസം ആയില്ലെങ്കിലും നമ്മളുടെ 4000-ലധികം, ഏകദേശം 5000-നടുത്ത് ഫയലുകൾ നമുക്കിപ്പോൾ ഓൾറെഡി പെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് അടിയന്തരമായിട്ട് തീർക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ജൂൺ 30 വരെയുള്ളത് നമുക്ക് ഏറ്റവും ഈ 2 ദിവസങ്ങളായിട്ട് പരമാവധി തീർക്കാനായിട്ട് നോക്കാം. ഫസ്റ്റ് ഫേസിൽ തീർക്കാൻ കഴിയാത്തത് നമുക്ക് സെക്കൻഡ് ഫേസിൽ നമുക്ക് തീർക്കാവുന്നതാണ്. 2019 വരെയുള്ള ഫയലുകളാണ് നമ്മൾ അല്ലാത്ത ഏറ്റവും പഴയ ഫയലുകൾ നമ്മൾ നോക്കുന്നത്. അതിൽ ഞാൻ ആദ്യം നമ്മുടെ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള മീറ്റിംഗ് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. എണ്ണം സ്വാഭാവികമായിട്ട് കുറയും, പക്ഷേ നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ മുന്നിൽ അപേക്ഷ തന്നിട്ടുള്ള ആളുകൾക്ക് ജസ്റ്റിസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ആ ഒരർത്ഥത്തിലാണ് നമ്മളെല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയപ്പം ഏകദേശം 3861 ഫയലുകൾ ക്ലോസ് ചെയ്തതായിട്ട് കാണാനുണ്ട്. നിലവിൽ 45,151 ഫയലുകളാണ് നമുക്ക് പഴയത് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത്. പുതിയ ഫയൽ ഏകദേശം 4500ഓളം ഫയലുകളും ഈ 2026 മെയ് 18 ശേഷം വന്നിട്ടുള്ള അപേക്ഷകളും പെൻഡൻസിയിലുണ്ട്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ വെച്ച് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട്. നമുക്ക് തീർക്കാൻ പറ്റുന്നത് പരമാവധി തീർക്കാം. ചിലപ്പോൾ ഒരു ഫയൽ ക്ലോസ് ചെയ്താൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള 1-2 ഫയലുകൾ അതുമായിട്ട് ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയിട്ട് പോവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെൻഡൻസി തീരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ അടക്കം പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ആക്ഷനാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു ഇന്നത്തെ ഒരു ദിവസം കൊണ്ടോ നാളത്തെ ഒരു ദിവസം കൊണ്ടോ അവസാനിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് നമ്മുടെ വകുപ്പിൻ്റെ ഒരു റുട്ടീൻ വർക്കായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ പുതിയത് തീർക്കണതിനോടൊപ്പം പഴയതും നമ്മൾ തീർത്തു പോയാൽ നമ്മുടെ വകുപ്പിലധികം പെൻഡൻസി ഇല്ലാത്തൊരു വകുപ്പ് എന്നുള്ള പേര് കേൾക്കുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരാൾക്കോ 1-2 പേർക്കോ ഉള്ള ഒരു ക്രെഡിറ്റ് അല്ല, നമ്മുടെ ടീം വർക്കിനുള്ള ക്രെഡിറ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു 100% ഒരു ഇൻവോൾവ്മെൻറ്റും ഡെഡിക്കേഷനും ഇതിലുണ്ട്. എങ്കിലും ഞാൻ വകുപ്പിന് വേണ്ടിയിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കാം. എല്ലാവരും എത്തിച്ചേർന്നതിൽ എല്ലാവരെയും ഔപചാരികമായിട്ട് സ്വാഗതം പറഞ്ഞു. എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഫയൽ അദാലത്ത് നടത്തി വരികയായിരുന്നു. അപ്പം അതിൽ നമ്മൾ ചാർജ് എടുത്തപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത് വർഷങ്ങളായി വകുപ്പിൽ പെൻഡിങ് കിടക്കുന്ന ഫയലുകളുടെ എണ്ണം വളരെ കൂടുതലാണെന്നും, അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ നീതി വൈകുന്നത് വലിയൊരു അനീതിയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മളൊരു ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1 മാസം മുൻപ് തന്നെ നമ്മുടെ ജില്ലാ ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, നമ്മുടെ ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എല്ലാ ഓഫീസിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിപുലമായിട്ടുള്ള ഒരു യോഗം വിളിക്കുകയും അതിലെന്തിനു വേണ്ടിയാണ് ഈ ഒരു ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മുന്നോട്ട് വെച്ചൊരു കാര്യം, നമ്മുടെ മുന്നിലുള്ള ഫയലുകളുടെ എണ്ണം തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് ഓരോ ഫയലുകളും ഇൻഡിവിജ്വലായിട്ട് അനലൈസ് ചെയ്ത് അതിൽ കൃത്യമായിട്ട് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഓരോ ഫയലിൻ്റെയും കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് സമയം ഒരുപാട് വൈകിയതും. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നലെ ST വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ BCDD വിഭാഗത്തിൻ്റെയും ഇന്ന് SC വിഭാഗത്തിൻ്റെയാണ് അദാലത്ത് നടന്നത്. ഇതേ സമയം തന്നെ ജില്ലകളിൽ നമ്മുടെ ജില്ലാ ഓഫീസുകളിലും ഫയൽ അദാലത്ത് നടന്നു വരികയാണ്. ഇപ്പോൾ നമ്മളൊരു മൊത്തത്തിലുള്ളൊരു 2ആയിട്ട് തരംതിരിച്ചിട്ടാണ് നമ്മൾ അദാലത്ത് നടത്തിയത്. ഒന്ന് 2019 വരെ പെൻഡിങ്ങിൽ കിടക്കുന്ന ഫയലുകൾ, പിന്നെ മെയ് 18 ഈ UDF സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം വന്നിട്ടുള്ള ഫയലുകൾ. ഇത് രണ്ടും 2ആയി തിരിച്ചുകൊണ്ടാണ് അദാലത്ത് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള കാരണം, നമ്മൾ അധികാരമേറ്റതിന് ശേഷം പരമാവധി പെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടു എന്നുള്ളതും
അതുപോലെ മുൻകാലങ്ങളിൽ പെൻഡിങ് കിടന്ന ഫയലുകളും ഈ പുതിയ ഫയലുകൾ തീർക്കുന്നതിനൊപ്പം തന്നെ സമയബന്ധിതമായിട്ട് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള 2 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് രണ്ടും ഈ 2-3 ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ഫയൽ അദാലത്തിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. മൊത്തം 52,751 ഫയലുകളാണ് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് 4,731 ഫയലാണ് ഇപ്പം നമ്മുടെ അദാലത്ത് വഴി നമുക്ക് തീർപ്പ് കൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ പെൻഡിങ്ങിൽ കിടക്കുന്ന ഫയലുകളിൽ വകുപ്പ് ഡയറക്ടറേറ്റിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും നമ്മുടെ ജില്ലാ ഓഫീസുകളിലും പല ഫയലുകളിലും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അദാലത്തിൽ മാത്രം തീർത്ത ഫയലുകളാണ് ഈ 4,731 എന്നുള്ള കണക്ക്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും SC ഡെവലപ്മെൻറ്റിൻ്റെ 170, BCDD 48, അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് നമ്മൾ ഇൻഡിവിജ്വൽ കേസസ് തന്നെ ഇവിടെ ഇരുന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു ബഹുഭൂരിപക്ഷം കേസുകളും. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അദാലത്തിൽ കഴിഞ്ഞ ദിവസം 666 ഫയല്, അതുപോലെ തന്നെ 249 ഫയല് ഇന്നത്തെ ഒരു ദിവസം മാത്രം നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ല. കാരണം ഇപ്പോൾ 52,759 നമുക്ക് അത് 25,000 ആക്കുക എന്നുള്ളതല്ലായിരുന്നു നമ്മുടെ ഉദ്ദേശം. മറിച്ച് നമ്മുടെ മുന്നിലൊരു പരാതിയോ അല്ലെങ്കിൽ ഒരു അപേക്ഷയോ തന്നിട്ട് ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പം അത് ഈ 4,731 ഫയലുകളിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇതൊരു തുടർ പ്രോസസ്സായിട്ട് ഏറ്റെടുക്കാനാണ് ഈ ഫയൽ അദാലത്ത്. കാരണം നമ്മൾ 100 ഡേയ്സ് പ്രോഗ്രാം നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അതിലേക്കായിരിക്കും കൂടുതൽ നമ്മുടെ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പദ്ധതികൾ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള ദിവസങ്ങൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അത് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ഫയൽ അദാലത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇനി നമ്മൾ എടുക്കാത്ത വർഷങ്ങളിൽ, അതായത് 2019 ശേഷം 2026 മെയ് 18 വരെ എത്രത്തോളം ഫയലുകൾ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടോ അത് മുഴുവൻ നമുക്ക് പരിഹരിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ നമ്മൾ ഇരിക്കുന്നതായിരിക്കും. പിന്നെ എമർജൻസി ഫയലുകൾ അതത് സമയത്ത് വരുമ്പം അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്നതും, കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് ഒരാൾ അപേക്ഷ തന്നാൽ നമ്മൾ കുറേ വൈകിട്ട് അത് എടുത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ എമർജൻസി കേസുകൾക്ക് അതത് സമയത്ത് തന്നെ തീർക്കാനും അല്ലാതെ നമുക്ക് ചിലപ്പോൾ ഒരു സാവകാശം എടുക്കാൻ പറ്റുന്ന കേസുകളുണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഫയൽ അദാലത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്.